പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതാണ് വാർക്കോഴ വിവാദം. കഴിഞ്ഞ ദിവസം ബാർ ഉടമയായ ഈ ശബ്ദ സന്ദേശം അയച്ച ബാർ ഉടമയായ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ അരവിന്ദാക്ഷന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പണം നൽകിയിട്ടില്ലെന്നും അരവിന്ദാക്ഷൻ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസോസിയേഷന്റെ കെട്ടിട നിർമ്മാണത്തിനായി പണം നൽകിയിട്ടുണ്ടെന്നാണ് അരവിന്ദാക്ഷൻ പറയുകയും ചെയ്യുന്നത്. 2.5 ലക്ഷം രൂപ നൽകിയെന്ന ബാർ ഉടമ അനിമോൻ വെളിപ്പെടുത്തിയ അണക്കരയിലെ സ്പൈസോ ഗ്രോ ഉടമയാണ് അരവിന്ദൻ. മൊഴിയെടുക്കൽ പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് സംഘം ഏതായാലും ഇടുക്കിയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. സന്ദീപ്, നിർണായകമായ വല്ല വിവരങ്ങളും ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഈ അരവിന്ദാക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നേരത്തെ ഈ ശബ്ദ സന്ദേശം സ്ഥിരീകരിച്ച ഒരാളാണ് അദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിനാണ് ഫണ്ട് നൽകിയതെന്നാണോ അദ്ദേഹം പറയുന്നത്? വിനീത വേണു, അത്തരത്തിൽ തന്നെയാണ്. ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഇടുക്കി ജില്ലയിൽ മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തിയാണ് അരവിന്ദാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്ന പണം നൽകിയിരിക്കുന്ന, ഇടുക്കി ജില്ലയിൽ നിന്ന് പണം നൽകിയിരിക്കുന്ന ഒരേ ഒരു ഹോട്ടലാണ് അത് സ്പൈസ് ഗ്രേവ് എന്ന് പറയപ്പെടുന്ന ഈ ഹോട്ടലാണ്. ഈ ഹോട്ടലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അരവിന്ദാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹോട്ടലിൽ ഒരു ഷെയറുകാരൻ കൂടിയാണ് അനിമോൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അരവിന്ദാക്ഷനെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഇടുക്കിയിലേക്ക് എത്തിയത്. ഇടുക്കിയിലെ നെടുങ്കണ്ടത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. നെടുങ്കണ്ടത്തെ എലഗൻസ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചായിരുന്നു ഈ മൊഴി രേഖപ്പെടുത്തൽ നടത്തിയത്. അരവിന്ദാക്ഷൻ ഈ പണം നൽകി എന്നുള്ളത് പൂർണ്ണമായും നിഷേധിക്കുന്ന സ്ഥിതിയാണ് ഈ ഉണ്ടായിരുന്നത്. തന്നോട് ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ല, താൻ അത്തരത്തിൽ പണം നൽകിയിട്ടില്ല എന്നും അരവിന്ദാക്ഷൻ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എന്നാൽ ഈ സംഘടനയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൻ പണം നൽകിയിട്ടുണ്ട് മുമ്പൊരിക്കൽ എന്നാണ് വ്യക്തമാക്കുന്നത്. ആ തരത്തിലാണ് ഈ ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയത്. എന്തായിരുന്നാലും ഈ അന്വേഷണ സംഘം ഇടുക്കിയിലേക്ക് എത്തി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇടുക്കിയിലെ പ്രാഥമിക അന്വേഷണം അതോടുകൂടി തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഇതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അനിമോനുമായി ബന്ധപ്പെട്ട് അനിമോൻ പറഞ്ഞിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അരവിന്ദാക്ഷൻ എന്ന് പറയുന്നത്. ആ അരവിന്ദാക്ഷന്റെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെ നിർണായകമായ മൊഴിയാണ്. പക്ഷേ അരവിന്ദാക്ഷൻ പണം നൽകിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ശബ്ദ സന്ദേശത്തിലെ കാര്യം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും അത് നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തുക ശരി, അതാണ് അരവിന്ദാക്ഷന്റെ ഒരു നിലപാട്. നേരത്തെ അസോസിയേഷന്റെ പ്രസിഡന്റും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ക്രൈംബ്രാഞ്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ആരൊക്കെയായിരിക്കും ചോദ്യം ചെയ്യുക എന്ന് അറിയേണ്ടതുണ്ട്. ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ CPM മന്ത്രിയും ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലും ഒരു കണ്ടെത്തൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.